ഫോട്ടോ ബ്രേക്കിംഗ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയിൽ CPM കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. പ്രസ്താവന അനവസരത്തിലെന്നും ഇടതൈക്യത്തിന് വിള്ളലുണ്ടാക്കാൻ അവസരമൊരുക്കുന്ന നടപടിയെന്നും വിലയിരുത്തൽ. നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി റഹീസ് റഷീദുണ്ട്. റഹീസ് റഷീദ്, അപ്പോൾ പിണറായി വിജയൻ താൻ കത്ത് നൽകുക CPM പ്രതിനിധിയുടെ പേര് വെച്ച് എന്ന് നടത്തിയ പ്രതികരണം അത് അനവസരത്തിലെന്ന വിലയിരുത്തലിലേക്ക് CPM കേന്ദ്ര കമ്മിറ്റി എത്തുകയാണോ? ഇതിൽ എന്ത് പ്രതിഷേധമാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പിണറായി വിജയനെ അറിയിച്ചിരിക്കുന്നത്, അതോ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്? അസ്മൃതി, CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തേക്ക് തർക്കമുന്നയിച്ച പശ്ചാത്തലത്തിൽ അവരുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ ആ പദവി CPIക്ക് നൽകില്ല, CPIM ഏറ്റെടുക്കും, അതിനാവശ്യമായ നടപടിക്രമങ്ങൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ ചെയ്യും എന്ന് പിണറായി വിജയൻ പറഞ്ഞതിലാണ് CPIMന്റെ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുള്ളത്. പ്രത്യേകിച്ച് ഒരു സമയത്ത് ഡി രാജയും MA ബേബിയും തമ്മിൽ സംസാരിച്ച വിഷയമാണ്. അത് സംസ്ഥാനത്ത് തന്നെ തീർക്കാൻ നിർദ്ദേശം നൽകിയ ഒരു കാര്യമാണ്. എന്നിട്ട് ആ വിഷയത്തിൽ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയെ CPIMന് പൂർണ്ണമായും എതിരാക്കുന്ന തരത്തിലേക്ക്, കടുത്ത നടപടിയിലേക്ക് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് CPIയെ കൊണ്ടെത്തിച്ചത് പിണറായി വിജയന്റെ ആ ഒരു പ്രസ്താവനയാണ്. അതിനുശേഷം പിണറായി വിജയന് കൂട്ടുപിടിച്ച് അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം ചേർന്ന് CN മോഹൻ അടക്കമുള്ള ആളുകൾ നടത്തുന്ന പ്രസ്താവനയും പ്രശ്നം കൂടുതൽ വഷളാക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല, അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. ശരി റഹീസ്, ഇപ്പോൾ ഇതിൽ MA ബേബിയും ഡി രാജയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തിയത് എന്നാണോ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? ദേശീയ നേതൃത്വം അങ്ങനെയൊരു എതിർപ്പ് പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇനി CPM നേതാക്കൾ പരസ്യ പ്രസ്താവനകളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നായിരിക്കില്ലേ തീരുമാനം? ഇപ്പോൾ ഇത് യുവജന സംഘടനകൾ കൂടി ഏറ്റെടുത്ത ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത്. റഹീസ്, സ്മൃതി, നേരത്തെ ഈ തർക്കം നടക്കുന്ന സമയത്ത് CPIയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്ര നേതൃത്വം MA ബേബിയുമായി സംസാരിച്ചിരുന്നു. കേന്ദ്ര നേതൃത്വത്തിനും ഈ പിണറായി വിജയന്റെ പ്രസ്താവനയോട് അതൃപ്തി ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് നൽകണം എന്ന നിലപാട് കേന്ദ്ര നേതൃത്വത്തിനുമില്ല. അത് CPIMന്റെ കയ്യിൽ തന്നെ വെക്കണം എന്ന നിലപാടാണുള്ളത്. പക്ഷേ മുന്നണിക്കകത്തെ രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു വിഷയത്തിൽ തർക്കമുണ്ടാകുമ്പോൾ ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPIM പക്വമായി ഇടപെട്ട് അതിനൊരു പ്രശ്നപരിഹാരം കണ്ടെത്തുകയായിരുന്നു ചെയ്യേണ്ടത്. അതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പരാജയം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾ നടത്തി അവരെ ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു തർക്കം നിൽക്കുന്ന സമയത്താണ് അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തലത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം പിണറായി വിജയൻ പറയുന്നത്. അതോടുകൂടി CPI ഒരു പ്രതിപക്ഷ കോൺഗ്രസിനോടോ അല്ലെങ്കിൽ BJPയോടോ ഒക്കെ നിൽക്കുന്നത് പോലുള്ള ഒരു നിലപാട് ബിനോയ് വിശ്വം മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ വരെ എത്തിയിട്ടുണ്ട്. മാനസികമായി CPIMന് എതിരായ നിലപാട് അവർ സ്വീകരിക്കുന്നു. അത് ഒരു മുന്നണി എന്ന നിലയിൽ പോകുന്ന സമയത്ത്, ഒരു ഇടതു പാർട്ടി എന്ന നിലയിൽ അത് ഒരിക്കലും നല്ലതല്ല എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. ഒരു തവണ ഡി രാജ സംസാരിച്ച സമയത്ത് MA ബേബി ആ സംസ്ഥാനത്ത് ആ വിഷയം നല്ല രീതിയിൽ തീർക്കട്ടെ, അതിന് പ്രാപ്തിയുള്ള നേതാക്കളാണ് രണ്ടു പാർട്ടിക്കും അവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത്. അതിനിടയിലാണ് പിണറായി വിജയന്റെ പ്രസ്താവനയും ആ പ്രസ്താവനയ്ക്ക് CPIയുടെ മറുപടി, അതിന് CPI നേതാക്കളുടെ തിരിച്ചുള്ള മറുപടി, അതിൽ DYFI AYF രംഗത്ത് വരുന്നു, DYFI രംഗത്ത് വരുന്നു. അതായത് മൊത്തത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചത് പിണറായി വിജയന്റെ ആ ഒരൊറ്റ പ്രസ്താവനയാണ് എന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അത് ശരിയല്ല എന്ന അഭിപ്രായം അവർക്കുണ്ടാകും. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ നിർണായകമായ തീരുമാനമെടുക്കാൻ CPI നീങ്ങുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. അടുത്ത ചൊവ്വാഴ്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നേക്കും. ദില്ലിയിൽ ചേരുന്ന യോഗത്തിൽ തുടർ നടപടി തീരുമാനിക്കും. ഉപനേതാവ് പദവി കിട്ടാതെ മുന്നണിയുമായി സഹകരിക്കേണ്ട എന്നതാണ് നിലവിലെ തീരുമാനം.
ഈ വാർത്തയുടെ വിശദാംശങ്ങളും റഹീസ് നൽകും. റഹീസ്, ഇപ്പോൾ CPIയുടെ കടുത്ത തീരുമാനം വരുമോ അതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷേ ബിനോയ് വിശ്വം തൽക്കാലം മൗനത്തിലാണ്. അടുത്ത ചൊവ്വാഴ്ച ഒരു വലിയ തീരുമാനത്തിലേക്ക് പോകുമോ? അതിനു മുൻപ് ഇപ്പോൾ CPM സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനം അത് അറിയിക്കുന്നത് CPIക്ക് അനുകൂലമാവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ എന്താകും? വലിയ തീരുമാനത്തിലേക്ക് പോകുമോ അതൊരു ഒരു പരിഹാരത്തിലേക്ക് പോകുമോ? എന്താണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, പരിഹാരത്തിലേക്ക് പോകാൻ ഒരു തരത്തിലുള്ള ചർച്ചകളും ഇരു പാർട്ടികൾക്കുമിടയിൽ നടക്കുന്നില്ല. അതിന് മുൻകൈ എടുക്കേണ്ടത് LDF കൺവീനറാണ്. മറ്റൊരർത്ഥത്തിൽ അദ്ദേഹവും അതിന് മുൻകൈ എടുക്കുന്നതായി മനസ്സിലാക്കുന്നില്ല. CPIക്ക് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും വന്നിട്ടില്ല. നേരത്തെ CPI തീരുമാനിച്ചതനുസരിച്ച് അടുത്ത അവരുടെ നേതൃയോഗം 10-ാം തീയതി തിരുവനന്തപുരത്തായിരുന്നു ചേരേണ്ടിയിരുന്നത്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ 1-ാം തീയതി ഡൽഹിയിൽ വെച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർക്കാനാണ് നേതൃതലത്തിൽ ധാരണയായിരിക്കുന്നത്. അതായത് 1-ാം തീയതി ഡൽഹി ചലോ എന്ന പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ CPIയുടെ വലിയൊരു പ്രക്ഷോഭം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നേതാക്കളെല്ലാം അന്ന് ഡൽഹിയിൽ ഉണ്ടാകും. ആ പ്രക്ഷോഭത്തിന് മുമ്പോ ശേഷമോ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുക്കാനാണ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. 2-3 തീയതികളിൽ ദേശീയ എക്സിക്യൂട്ടീവ് ഡൽഹിയിൽ ചേരുന്നുണ്ട്. അതുകൊണ്ട് ആ ദേശീയ എക്സിക്യൂട്ടീവിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളും അതിൽ CPI സംസ്ഥാനത്തെടുത്തിരിക്കുന്ന തീരുമാനങ്ങളും ദേശീയ നേതൃത്വത്തെ അറിയിക്കേണ്ടതുണ്ട്. അതിനുശേഷം ദേശീയ എക്സിക്യൂട്ടീവിന്റെ കൂടി അനുമതി കിട്ടിയതിനു ശേഷമായിരിക്കും എന്ത് തീരുമാനമെടുത്താലും അത് CPIക്ക് നടപ്പിലാക്കേണ്ടി വരിക. അതുകൊണ്ട് 1-ാം തീയതി ഒരു യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്ത് അത് ദേശീയ നേതൃത്വത്തെ അറിയിക്കുക എന്ന ആലോചനയാണ് ഇപ്പോൾ നേതൃതലത്തിൽ നടക്കുന്നത്. റഹീസ്, ഇതിപ്പോൾ CPM നേതാക്കളുടെ പ്രതികരണം ദിവസം എന്നാണോ വരുന്നുണ്ട്? അതിന് മറുപടിയായി ചില CPI നേതാക്കളുടെ പ്രതികരണം ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. CPMലെ ചില നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ചില നേതാക്കൾ ഇന്നലെ പറയുന്നത് D രാജയെ കൂടി പരിഹസിച്ചുകൊണ്ടാണ്. ദേശീയ നേതൃത്വം ഈ തരത്തിൽ ഇടപെടുമ്പോൾ ഇവിടെ 5000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷം നേടാൻ പോലും കഴിയില്ല CPIക്ക് എന്നാണ് പറഞ്ഞത്.